മെൻ്റൽ എബിലിറ്റിയുടെ ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പം ഓൾറെഡി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിരിക്കുന്ന അനാലജി, നിങ്ങൾ അനലോഗി എന്നൊക്കെ വായിക്കുന്നവരുണ്ടാവും. അനലോഗി അല്ല, അനാലജി എന്ന് പറയുന്ന ടോപ്പിക്ക്, മെൻ്റൽ എബിലിറ്റിയിലെ അനാലജി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആണ് എന്താണ് അനാലജി എന്നുള്ളത്. ഓക്കെ, സോ അനാലജി എന്താണെന്ന് ഐഡിയ ഉള്ളവർ എന്തെങ്കിലും അതിനെക്കുറിച്ച് ഒരു സിമ്പിളായിട്ട് പറയാൻ പറ്റുമോ? എന്താ ഈ അനാലജി കൊണ്ട് മീൻ ചെയ്യുന്നത്? എന്താണ് അനാലജി കൊണ്ട് മീൻ ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടേ. ഓക്കെ, ശ്രദ്ധ, അനന്യ, അനശ്വര, ഞാൻ പറഞ്ഞത് നമ്മളിനി ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യൂലോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആൻസർ ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നെയിം മെൻഷൻ ചെയ്തിട്ട് ഒന്ന് ആൻസർ എഴുതാൻ നോക്കണം, ഇപ്പോഴല്ല. ഓക്കെ, ഇപ്പോൾ എല്ലാവരും പേരിടുന്നുണ്ട്. എനിക്കത് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ലൈവ് സെക്ഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ടൈം പോവും. ഓക്കെ ഓക്കെ, ആർക്കെങ്കിലും എന്താണ് അനാലജി എന്ന് പറയാൻ പറ്റുമോ? എന്താണ് അനാലജി എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ആരുമില്ലേ അനാലജി എന്താണെന്ന് പറഞ്ഞു തരാൻ? ആരെങ്കിലും റെഡിയാണോ? എന്തെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം. എന്താണ് അനാലജി? കിട്ടുന്നില്ലല്ലോ. അനാലജി എന്താന്ന് ആരും പറയുന്നില്ലല്ലോ. ആരെങ്കിലും ഉണ്ടോ അനാലജി എന്താണെന്ന് പറയാൻ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ വേർഡ് ഒന്ന് കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം അനാലോജി. ഓക്കെ, അന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ആണ് റിലേഷൻ. ഓക്കെ, ലോജി എന്ന് പറഞ്ഞാൽ നോളജ്. ഓക്കെ ഓക്കെ, റിലേഷൻ ആൻഡ് നോളജ്. അപ്പം എന്തോ ഒരു റിലേഷനെ കുറിച്ചുള്ള അറിവിനെയാണ്, ഓക്കെ, സമാനമായ എന്തോ കാര്യങ്ങൾ, റിലേഷനുള്ള എന്തോ കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻസ് ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവിനെയാണ് നമ്മൾ എന്തു പറയണത്? അനാലജി എന്ന് പറയണത്. ഓക്കെ, ലെറ്റർ അനാലജി, വെരി ഗുഡ്. ലെറ്റർ അനാലജി എന്നൊക്കെ എനിക്ക് നോ ഐഡിയ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അനാലജിയുടെ ക്ലാസ് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയതല്ലേ, ന്യൂ അല്ലല്ലോ. അപ്പം റിലേഷൻ ആൻഡ് നോളജ്, നമുക്കിവിടെ ഡെഫിനിഷൻ കാണാം. അനാലജി ഇസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു തിങ്സ് that are similar in some way. It helps explain or clarify a concept by showing the relationship between two pair of things. എന്ന് വെച്ചാൽ എന്താ? അനാലജിയുടെ മലയാളം ടേമാണ് സാമ്യത. ഏകദേശം സമാനമായ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള താരതമ്യം. അതായത് നമുക്ക് രണ്ട് കാര്യങ്ങൾ തരും, അവ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും. ആ റിലേഷൻ നമ്മൾ മനസ്സിലാക്കി അടുത്ത് തന്നിരിക്കുന്ന കാര്യത്തെ വേറൊരു കാര്യവുമായി റിലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, രണ്ട് ജോഡി വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം കാണിച്ചുകൊണ്ട് ഒരു ആശയം വിശദീകരിക്കാനോ വ്യക്തമാക്കാനോ വേണ്ടിയിട്ടാണ് നമ്മൾ അനാലജി യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ അനാലജി എന്താണെന്ന്? ഈ അനാലജിയിൽ വരുന്ന കോൺസെപ്റ്റാണ് നിങ്ങൾ ഈ പറയുന്നത് ലെറ്റർ അനാലജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭാഗ്യലക്ഷ്മി ലെറ്റർ അനാലജി എന്നൊക്കെ പറയണുണ്ട്. ഓക്കെ, സോ അതൊക്കെ കറക്റ്റാണ്. അതൊക്കെ അനാലജിയുടെ അണ്ടറിൽ വരുന്നതാണ്. അനാലജിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 3 ടൈപ്സ് ഓഫ് അനാലജി ഉണ്ട്. നിങ്ങൾക്ക് കാണാലോ എൻ്റെ പേജ്. 3 ടൈപ്സ് ഓഫ് അനാലജി ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് വേർഡ് ബേസ്ഡ് അനാലജി, സെക്കൻഡ് വൺ നമ്പർ അനാലജി, ആൻഡ് തേർഡ് വൺ ലെറ്റർ അനാലജി. ഓക്കെ, 3 ടൈപ്സ് ഓഫ് അനാലജി ആണ്. യെസ്, ക്ലിയർ ടീച്ചർ എന്ന് ആദ്യം പറയുന്നുണ്ട്. അപ്പം അനാലജി എന്താണെന്ന് ക്ലിയർ ആയെങ്കിൽ ഇനി അതിൻ്റെ 3 ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് വേർഡ് ബേസ്ഡ് അനാലജി. വേർഡ് ബേസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? അതിന് മീൻ ചെയ്യുന്നത് എന്താ? വേർഡ് ബേസ്ഡ് അനാലജി കൊണ്ട് മീൻ ചെയ്യുന്നത് വാക്കുകളെ കൊണ്ടുള്ള ബന്ധത്തെയാണ് വേർഡ് ബേസ്ഡ് അനാലജി എന്ന് പറയുന്നത്. ഓക്കെ, വാക്കുകൾ, ചില വാക്കുകൾ. ഓക്കെ, ഇനി നമ്പർ അനാലജിയോ എന്തായാലും നമ്മുടെ ന്യൂമറിക്സ് ആയിരിക്കും, അതായത് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇനി ലെറ്റർ അനാലജി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ്. ലെറ്റർ അനാലജിക്ക് വേറൊരു നെയിമാണ് ആൽഫബറ്റ് അനാലജി.
അപ്പം ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഈ ഒരു അനാലജി ടോപ്പിക്കിൽ പഠിക്കാനുള്ള 3 ടൈപ്സ് ഓഫ് അനാലജി. ഓക്കെ, വേർഡ് ബേസ്ഡ് അനാലജി, നമ്പർ അനാലജി, ലെറ്റർ അനാലജി. അത് മനസ്സിലായോ? കോഡിംഗ് ഒക്കെ അടുത്ത ടോപ്പിക്സ് ആട്ടോ. നമ്മൾ ഇപ്പം അനാലജി എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഭാഗ്യലക്ഷ്മി, നവനിത, എല്ലാവർക്കും ഇത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് ഓരോന്നും എന്താണെന്ന് ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിൽ വേർഡ് ബേസ്ഡ് അനാലജി ആദ്യമേ നമുക്ക് നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ് വേർഡ് ബേസ്ഡ് അനാലജി. വാക്കുകളെ കൊണ്ടുള്ള ബന്ധം കാണിക്കുന്നതാണ് വേർഡ് ബേസ്ഡ് അനാലജി. അപ്പം അതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നത് 5 ടൈപ്സ് ആണ്. ഇപ്പം ഈ 5 കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ്. ഈ 5 ടൈപ്പ് ഓഫ് വേർഡ് ബേസ്ഡ് അനാലജിക്ക് ചാൻസ് കൂടുതലാണ്. അപ്പം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, സ്റ്റേറ്റ് ആൻഡ് ക്യാപിറ്റൽ റിലേഷൻഷിപ്പ്. സ്റ്റേറ്റ് ആൻഡ് ക്യാപിറ്റൽ. ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, കേരള. കേരളയുടെ ക്യാപിറ്റൽ എന്താണ്? ട്രിവാൻഡ്രമാണ്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാടുവിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കണം സ്റ്റേറ്റും അതിൻ്റെ ക്യാപിറ്റലും. ഓക്കെ, എല്ലാ സ്റ്റേറ്റ്സും അതിൻ്റെ ക്യാപിറ്റൽസും നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഒന്ന് കമൻറ്റ് ഇടുവോ, എന്താണ് തമിഴ്നാടുവിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത്? കേരള ട്രിവാൻഡ്രമെങ്കിൽ തമിഴ്നാടു ഡാഷ്. ആൻസർ പോരട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. എല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുന്ന മക്കളാണെന്നാണ് ഞാൻ കേട്ടത്. വെരി ഗുഡ് ആദി, ആൻസർ ഇതാ വരുന്നു. ഓക്കെ, ആദി പറഞ്ഞു കഴിഞ്ഞു. വെരി ഗുഡ്. ഓക്കെ, ലക്ഷ്മി വന്നിരിക്കുന്നു ആൻസർ. നക്ഷത്ര, ശ്രുതി മലയാളവും. ശ്രുതി എസ് എന്താ മലയാളം എന്ന് പറഞ്ഞത്? മനസ്സിലായില്ല. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. തമിഴ്നാടുവിൻ്റെ നമുക്കവിടെ ഫില്ല് ചെയ്യേണ്ടത് എന്താണ്? ചെന്നൈ എന്നുള്ളതാണ്. ഓക്കെ, ചെന്നൈ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇതാണ് സ്റ്റേറ്റ് ആൻഡ് ക്യാപിറ്റൽ റിലേഷൻഷിപ്പിൽ വരുന്ന വേർഡ് ബേസ്ഡ് അനാലജിക്ക് എക്സാമ്പിൾ. ഇനി സെക്കൻഡ് വണ്, കൺട്രി ആൻഡ് കറൻസി. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. വേർഡ് ബേസ്ഡ് അനാലജിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പാർട്ടാണ് കൺട്രിയും അവിടുത്തെ കറൻസിയുടെയും റിലേഷൻഷിപ്പ്. എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം, ഇന്ത്യ റുപ്പി. ഇന്ത്യയുടെ കറൻസി ഏതാണ്? റുപ്പീസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജപ്പാന്റെ ഡാഷ്. സെക്കൻഡ് വണ്ണിൻ്റെ ആൻസർ പോരട്ടെ. എല്ലാവരും ആക്റ്റീവായിട്ട് ആൻസർ പറഞ്ഞേ. വേഗം പോരട്ടെ ആൻസേഴ്സ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദി ആൻസർ. മലയാളം നോട്ട്സ്, അതായത് ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് PDF ആയി സെൻഡ് ചെയ്യുമ്പം അതിൽ ഞാൻ മലയാളം ഉൾപ്പെടുത്താം. ഇതിലൊക്കെ മലയാളം എന്താ അറിയണം? സ്റ്റേറ്റ് ആൻഡ് ക്യാപിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണത്? എന്താ സ്റ്റേറ്റ്? ജില്ലയും ജില്ലയാണോ? ആണോ? കേരള സ്റ്റേറ്റ്, അതിൻ്റെ ക്യാപിറ്റൽ, അതാണ് നമുക്ക് പോകുന്നത് കേട്ടോ. മലയാളം, അതാ ഞാൻ പറഞ്ഞത്. മലയാളത്തിൻ്റെ നോട്ട്സ് നമുക്ക് നോട്ട്സ് ഇടുമ്പം മലയാളം കൂടെ നിങ്ങൾക്ക് വരും. ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. സ്റ്റേറ്റ് ആൻഡ് ക്യാപിറ്റൽ റിലേഷൻഷിപ്പ്, കൺട്രി ആൻഡ് കറൻസി റിലേഷൻഷിപ്പ്, കൺട്രി ആൻഡ് ഇറ്റ്സ് നാഷണൽ ഗെയിംസ് ഓർ സ്പോർട്സ്. ഓക്കെ, പിന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ റിലേഷൻഷിപ്പ്, ആനിമൽ ആൻഡ് യങ് വൺ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് സംസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വൺ, ജപ്പാന്റെ കറൻസി. അതും വന്നല്ലോ. ഓക്കെ, ഈശ്വര്യ. ഐശ്വര്യാണോ? എ ആണോ അത് ഐ ആണോ? ഐശ്വര്യ എന്നായിരിക്കും അല്ലേ പ്രൊനൗൺസ് ചെയ്യണത്. ലസിത, നിഷ ആൻസേഴ്സ് വരുന്നുണ്ട്. ഇന്ത്യയുടെ റുപ്പി ആണെങ്കിൽ ഓക്കെ, ജപ്പാന്റെ യെൻ. അതാണ് കൺട്രി ആൻഡ് കറൻസി.
റിലേഷൻഷിപ്പിൽ വരുന്നത്. ഇനി തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് കൺട്രി ആൻഡ് ഇറ്റ്സ് നാഷണൽ ഗെയിംസ് ഓർ സ്പോർട്സ് ആണ്. ഇവിടെ ഓർ സ്പോർട്സ്. ഓക്കെ, നാഷണൽ ഗെയിം ഓർ സ്പോർട്സ്. ഇന്ത്യയുടെ നാഷണൽ ഗെയിം അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്നത്, നാഷണൽ ഗെയിം എന്ന് പറയുന്നത് ഹോക്കി ആണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഓസ്ട്രേലിയയുടെ നാഷണൽ ഗെയിം ഏതെന്നുള്ളതാണ്. ആർക്കെങ്കിലും അറിയാവോ? ഓക്കെ, ഐശ്വര്യാണ് ടീച്ചർ എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, തേർഡ് വണ്ണിൻ്റെ ആൻസർ ഒന്ന് പറയാവോ? ഇത് ഞാനൊന്ന് 5 ടൈപ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിച്ചിരിക്കണം എന്നുള്ളത് കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇതിൽ ഒരുപാട് കൺഫ്യൂസ് ആവാനൊന്നുമില്ല. ഇതെല്ലാം നോട്ട്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിൻ്റെ മലയാളം ടേംസും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പം കൺട്രി ആൻഡ് ഇറ്റ്സ് നാഷണൽ ഗെയിം ഓർ സ്പോർട്സിൽ ഇന്ത്യയുടെ ഹോക്കി ആണെങ്കിൽ ഓസ്ട്രേലിയയുടെ ഫുട്ബോൾ ആണോ? സഫാനത്ത. ഓക്കെ, ജമീലയുടെ ആൻസർ കറക്റ്റ് ആണ്. ജമീല, ആദി ഒക്കെ വിടുന്നുണ്ട്. ക്രിക്കറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്രിക്കറ്റ്. ഓക്കെ, ഇനി ഫുട്ബോൾ എന്ന് വരുന്നുണ്ട്. ഫുട്ബോൾ അല്ല കേട്ടോ, ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് ആണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന അനലോജിയാണ്, വേർഡ് ബേസ്ഡ് അനലോജിയാണ് ഇനി നോക്കേണ്ടത്. ഓക്കെ, വേർഡ് ബേസ്ഡ് അനാലജിയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ, സണ്ണിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് സൺ എന്ന് പറയുന്നത് മെയിലാണ്, അതിൻ്റെ ഫീമെയിൽ എന്താണ്? ഡോട്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ ജെന്റിൽമാനിൻ്റെ ഫീമെയിൽ എന്തായിരിക്കണം? സിംഗുലറും പ്ലൂറലും എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. സൺ, ഡോട്ടർ എങ്കിൽ ജെന്റിൽമാൻ വേഴ്സസ് ഡാഷ്. ജെന്റിൽ വുമണോ? അങ്ങനെയാണോ? ഇത് സിംഗുലർ. ജെന്റിൽമാൻ എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ജെന്റിൽ വുമൺ റോങ് ആണ്, സിംഗിൾ ആണ്. ജെന്റിൽമാനിന്റെ ഫീമെയിൽ ആരാണ്? ആർക്കെങ്കിലും അറിയാവോ? നോക്കട്ടെ, ആൻസർ പോരട്ടെ. ആൻസർ പോരട്ടെ. ആൻസർ കിട്ടുന്നില്ലല്ലോ. ഇപ്പോഴെല്ലാവരും ക്രിക്കറ്റിൽ തന്നെ നിൽക്കുകയാണ്. ഇതിന് ആൻസർ ആർക്കെങ്കിലും അറിയാവോ? ലേഡി എന്നുള്ളതാണ് ജെന്റിൽമാൻ്റെ പ്ലൂറലായിട്ട്. പ്ലൂറലാണോ ഇത്? ഇത് സിംഗുലർ വേർഡാണ് ജെന്റിൽമാൻ. ഓക്കെ, അപ്പം അതിൻ്റെ ഫീമെയിൽ ഏതാണ്? ലേഡി എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഇനി ആനിമൽ ആൻഡ് യങ് വൺ റിലേഷൻ. ലയണിൻ്റെ ബേബി ലയണിനെ നമ്മൾ എന്താ പറയണത്? കബ് എന്ന് പറയുന്നെങ്കിൽ മാൻ, മനുഷ്യൻ്റെ ബേബീസിനെ നമ്മൾ എന്താണ് പറയുന്നത്? ലേഡീസ് അല്ല, ഇത് സിംഗുലർ ആണ്. ഓക്കെ, പ്ലൂറൽ അല്ല ജെന്റിൽമാൻ എന്നുള്ളത്. അപ്പം ലേഡി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ലയൺ, കബ് എങ്കിൽ മാൻ. ഒന്ന് ആൻസർ ചെയ്യാമോ? ദാറ്റ് ഇസ് ഈസി വൺ. ലയൺ, കബ് എങ്കിൽ മാൻ, മനുഷ്യൻ്റെ. ഓക്കെ, വെരി ഗുഡ്. ആൻസർ വരുന്നുണ്ട്. ഫിഫ കിട്ടി. ഫസ്റ്റ് തന്നെ ആൻസർ ചെയ്തത് ഫിഫയാണ്. സഫാനത്ത് വന്നു. കിഡ് എന്ന് പറയുന്നു, അല്ല, ചൈൽഡ് ആണ് ആൻസർ. ഓക്കെ, CHILD. ഓക്കെ, ചൈൽഡ്. ഭാഗ്യ പറഞ്ഞു. ഓക്കെ, അപ്പം അത്രയാണ് വേർഡ് ബേസ്ഡ് അനാലജിയിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട 5 ടൈപ്പാണ്. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ എന്തായാലും ഉണ്ടായിരിക്കണം. സ്റ്റേറ്റും ക്യാപിറ്റലും കൺട്രിയും കറൻസിയും, പിന്നെ കൺട്രിയും അവരുടെ ഗെയിം അല്ലെങ്കിൽ സ്പോർട്സ്, ദെൻ മെയിൽ ആൻഡ് ഫീമെയിൽ, ദെൻ ആനിമൽ ആൻഡ് യങ് വൺ റിലേഷൻ. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ആ കാര്യങ്ങൾ നോട്ട്സ് ഇടുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടോളാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചത് കൊണ്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞു പോകുന്നത്. നമുക്ക് കൂടുതൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറയുന്നതിലും നല്ലത് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ
കയറുന്നതായിരിക്കും. അപ്പം ആരും ടെൻഷൻ ആവണ്ട. നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, എല്ലാ ടൈപ്പും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും എല്ലാം നമ്മളിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് ആരും വറി ആവണ്ട. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു പോവാം. ഇനി നെക്സ്റ്റ് വൺ, അടുത്തത് നമ്മൾ വേർഡ് ബേസ്ഡ് കഴിഞ്ഞെങ്കിൽ നെക്സ്റ്റ് വൺ നമ്പർ അനാലജിയാണ്. എന്താ നമ്പർ അനാലജി? ഓക്കെ, നമ്പർ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഏതെങ്കിലും നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ ഒരു നമ്പർ മറ്റേതുമായി ഏതെങ്കിലും ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്പർ അനാലജി എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് വൺ അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ഫൈൻഡ് ചെയ്യണം. അവിടെ നിങ്ങൾ 3 കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ കൺസിഡർ ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ അവിടെ കൺസിഡർ ചെയ്യേണ്ട ആദ്യത്തെ 3 കാര്യം, ഈ 3 കാര്യങ്ങളിലായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ നമ്പർ അനാലജിയിൽ വരുന്ന എല്ലാ ആൻസേഴ്സും ഈ ഒരു 3 കാര്യങ്ങളിലായിരിക്കും മെയിനായിട്ട് അവർ തരിക. ഓക്കെ, ആദ്യമേ നിങ്ങൾ ഡിഫറൻസ് നോക്കുക. ഇപ്പോൾ 2 നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുക. അത് പറ്റുകയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സെക്കൻഡ് നിങ്ങൾ പോവേണ്ടത് സ്ക്വയർ അല്ലെങ്കിൽ അതിൻ്റെ ക്യൂബ്. ഓക്കെ, അതിൻ്റെ സ്ക്വയറും ക്യൂബും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കുക. അതും പോസിബിൾ അല്ലെങ്കിൽ മാത്രം മൾട്ടിപ്ലിക്കേഷനായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. മനസ്സിലായോ? ഫസ്റ്റ് ഡിഫറൻസ് തമ്മിൽ, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, 2 നമ്പേഴ്സ് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് നോക്കുക. അത് വെച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കുക. അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ നമ്പേഴ്സ്, വർഗങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചതാണല്ലോ, സ്ക്വയറും ക്യൂബ്സ് എല്ലാം നിങ്ങൾ പഠിച്ചതാണല്ലോ. നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണുന്നതും ക്യൂബ് കാണുന്നതെല്ലാം അറിയാലോ. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതും പറ്റിയില്ലെങ്കിൽ ഗുണിതം, മൾട്ടിപ്ലിക്കേഷൻ വഴി എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കുക. ഈ ഒരു 3 കാര്യങ്ങളിലായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും വരിക. ഓക്കെ, സോ അതാണ് നമ്പർ അനാലജിയിൽ മെയിനായിട്ട് പറയേണ്ട കാര്യം. ഇനി അടുത്തത് പോകുന്ന, ഇത് ക്ലിയർ ആണല്ലോ, ലെറ്റർ അനാലജി. ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് എന്താണ് നമ്പർ അനാലജി എന്നുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഇന്ന് ഞാൻ മെയിനായിട്ട് വേർഡ് അനാലജിയും നമ്പർ അനാലജിയിലെയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും. ഓക്കെ, മൂന്നാമത്തത് ലെറ്റർ അനാലജി. ഓക്കെ, ലെറ്റർ അനാലജിയിൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നോക്കുക. AB is to DF is to MN. നിങ്ങൾക്ക് നെക്സ്റ്റ് വൺ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു റിലേഷൻ തന്നു കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണമെന്നുള്ളത് ഞാൻ പറയാം. ആദ്യമേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. എയും ബിയും അവിടെ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇനി ബിയും ഡിയും, അവിടെ ബി കഴിഞ്ഞാൽ സി ആൻഡ് ഡി, ദർ ആർ 2 ആൽഫബറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് ബിയിൽ നിന്ന് ഡിയിലോട്ടെത്താൻ. ദെൻ അടുത്തത് ഡി ആൻഡ് എഫ്, വീണ്ടും 2 എന്നുള്ള ഡിഫറൻസ് ആണ് കിട്ടുന്നത്. അതേ രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതാണ് ഫസ്റ്റ് വേ. മനസ്സിലാവുന്നുണ്ടോ? ഇനി അത് പോസിബിൾ അല്ലാത്ത കണ്ടീഷനിൽ സെക്കൻഡ് നിങ്ങൾ നോക്കേണ്ടത്, ഇതേ ക്വസ്റ്റ്യൻ ഞാൻ റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ ആൻസർ അല്ല ഞാൻ ചോദിക്കുന്നത്, ഇതെങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുവാണ്. ഇനി അടുത്തത് എയും ഫസ്റ്റത്തതും ലാസ്റ്റത്തതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കുക. ഈ മെത്തേഡ് നിങ്ങൾ ഫെയിലിയർ ആയെങ്കിൽ മാത്രം നെക്സ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് എയും എഫും, അതായത് ഫസ്റ്റത്തതും ലാസ്റ്റത്തതും തമ്മിൽ ഇനി റിലേഷൻ ഉണ്ടോ നോക്കുക. ദെൻ സെക്കൻഡും ഇവിടുത്തെ ഫസ്റ്റ് വണ്ണും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതും നിങ്ങൾ ചെയ്തപ്പോൾ ആൻസർ കിട്ടിയില്ല എന്ന് വന്നാൽ തേർഡ് വേയിൽ നിങ്ങൾ നോക്കേണ്ടത് AB, DF, ദെൻ MN നമുക്ക് മിസ്സിങ് ആയിട്ടുള്ളത്. തേർഡ് നിങ്ങൾ നോക്കേണ്ടത് എയും ആദ്യത്തതും സെക്കൻഡ് നമ്പറിലെ സെക്കൻഡ് ആൽഫബറ്റിലെ ഫസ്റ്റ് വണ്ണും തമ്മിലും, ദെൻ ആദ്യത്തതിലെ സെക്കൻഡ് വണ്ണും സെക്കൻഡ് DFലെ എഫും തമ്മിലും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കുക. ഇവിടെ നമ്മൾ ഫസ്റ്റത്തതും ലാസ്റ്റും
പിന്നെ ബിയും ഡിയും അടുത്തടുത്തതുമായ തമ്മിലുള്ള റിലേഷൻ നോക്കി. ഇനി നിങ്ങൾ ഈ ഒരു രീതിയിൽ റിലേഷൻ ഉണ്ടോ നോക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ, അതായത് ലെറ്റർ അനാലജിയിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ ആയോ? ഒന്നെങ്കിൽ അടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നിരിക്കുന്നതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും പിന്നെ മിഡിലിൽ രണ്ടെണ്ണം തമ്മിലുള്ള റിലേഷൻ, ഫസ്റ്റും സെക്കൻഡത്തിലെ ഫസ്റ്റും പിന്നെ ഫസ്റ്റത്തതിലെ സെക്കൻഡും സെക്കൻഡത്തിലെ സെക്കൻഡും കൂടെ തമ്മിൽ എനി റിലേഷൻ ഉണ്ടോ നോക്കുക. ഈ ഒരു 3 വേ നോക്കുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ABCDEFG അങ്ങനെ പോകുന്ന നമ്പറിൻ്റെ വാല്യൂസ് അറിയാം. ഓക്കെ, ടിൽ Z നിങ്ങൾക്ക് എല്ലാവർക്കും വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ആ സമയത്ത് ഇരുന്ന് എഴുതി ചെയ്യാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടില്ല. അപ്പം അത് ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്ത് 3-4 പ്രാവശ്യം എഴുതിയാൽ തന്നെ ഓരോ നമ്പേഴ്സും കറസ്പോണ്ടിങ് ആയിട്ട്, ഓരോ ആൽഫബറ്റും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ക്ലിയർ ആയിരിക്കും. ഓക്കെ, അതാണ് ലെറ്റർ അനാലജിയിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ആയെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി, ഏതെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലോട്ട് പോവാം എന്നാണെങ്കിൽ ഒരു തംസ് അപ്പ് തന്നേക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് ഡയറക്റ്റ് പോയി ക്വസ്റ്റ്യൻസ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. ഒന്നും കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു കാര്യം, ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. ഓക്കെ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഓരോ പേപ്പറിലും ഉണ്ടാവും. അപ്പം അനാലജിയിൽ നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം തംസപ്പ് കിട്ടി. ഇത് കാര്യം ക്ലിയർ ആയവർ, ഇതിൽ ഡൗട്ട് ഇല്ല എന്നുള്ളവർ മാത്രം തംസപ്പ് ഇട്ടാൽ മതി. വൈസ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് ക്ലിയർ എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട്. ഓക്കെ, ഓൾ ക്ലിയർ, ഓൾ സെറ്റ്. മെഹറിൻ സെറ്റ് എന്നിട്ടിട്ടുണ്ട്. മെഹറിൻ വെരി ഗുഡ്. മെഹറിൻ എപ്പോഴും എന്ത് റിപ്ലൈ തരുമ്പോഴും അവളുടെ പേര്, മോളുടെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വരുന്നില്ല. കാരണം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഫെമിലിയർ അല്ല. അപ്പം അശ്വതി പ്രിയ പ്ലീസ് റിപ്പീറ്റ് ലെറ്റർ അനാലജിയിൽ. ലെറ്റർ അനാലജിയിൽ നമുക്ക് ഒരു വേ എന്ന് പറയുന്നത് ലെറ്റേഴ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കണ്ടതിൽ മാം തന്നിട്ടുണ്ട്. A എന്ന് പറയുന്നത് 1, B എന്ന് പറയുന്നത് 2, C എന്ന് പറയുന്നത് 3. ആ ഒരു മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും ഒരു വേ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തതും രണ്ടാമത്തതും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ്, എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? 1 ആണ്. ബിയിൽ നിന്ന് ഡിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? 2 ആണ്. ഡിയിൽ നിന്ന് എഫിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? 2 ആണ്. ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ M and N 1 ആണ്. ഇനി അടുത്തത് എന്തായിരിക്കണം ഉണ്ടാവേണ്ടത്? 2 ആയിരിക്കണം. എഗെയിൻ 2 ആയിരിക്കണം. ആ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അത് പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഇനി അത് തമ്മിലുള്ള റിലേഷൻ ഇവിടെ പോസിബിൾ ആവുന്നില്ല എങ്കിൽ സെക്കൻഡ് വേ ഓഫ് ചെക്കിംഗ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വേയിൽ ആദ്യത്തതിലെ എയും ഇവിടെ സെക്കൻഡതിലെ ലാസ്റ്റും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കി. അവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കി. പിന്നെ അടുത്തടുത്ത് നിൽക്കുന്ന ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കി. ആ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ ആൻസറിലും റിപ്പീറ്റ് ചെയ്യേണ്ടത്. തേർഡ് വേയിൽ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റത്തതിൻ്റെ ഫസ്റ്റത്തതും സെക്കൻഡത്തിലെ ഫസ്റ്റത്തതും കൂടെ കണക്ട് ചെയ്ത് നോക്കുക. എയിൽ നിന്ന് ഡിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, പിന്നെ ബിയിൽ നിന്ന് എഫിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്. അത് രണ്ടും സെയിം എന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിൽ ആ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തത് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ക്വസ്റ്റ്യൻസ് എല്ലാം മിക്സപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡോണ്ട് വറി. നമുക്ക് ഇത് 3 കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതാ പോണു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് എന്താണ് ഇത്, ഏത് ടൈപ്പ് ഓഫ് അനാലജിയാണ്? വേർഡ് ആണ്. ഓക്കെ, ന്യൂസ് പേപ്പർ എഡിറ്റർ ആണെങ്കിൽ ഫിലിം ഡാഷ്. നിങ്ങൾക്ക് ആൻസർ ഇടാം 1, 2, 3, 4. അതിൽ ഏത് ഓപ്ഷനാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആൻസർ ഇടാം. ഞാൻ നോക്കട്ടെ എത്ര പേര് കറക്റ്റായിട്ട് ചിന്തിക്കുന്നുണ്ട്. ന്യൂസ് പേപ്പറിൻ്റെ റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് എഡിറ്റർ ആണെങ്കിൽ
ഫിലിമിന് റിലേറ്റ് ചെയ്ത് വരുന്നത് ആരാണ്? ത്രീ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇനി ആൻസർ ഇടുമ്പോൾ നിങ്ങളുടെ പേരൊന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം 1 2 3 4 എടുക്കാൻ. ലാല് 3 എന്ന് പറയുന്നു, ആക്ടർ പറയുന്നു, ഡയറക്ടർ പറയുന്നു. ഓ മൈ ഗോഡ്, ഈ എല്ലാ ഓപ്ഷൻസും വന്നല്ലോ. ഇനി ഓഡിയൻസ് ഉണ്ടോ? ഒന്ന് നോക്കിക്കേ, അതൊന്ന് വായിച്ചു നോക്കി. ന്യൂസ് പേപ്പർ എഡിറ്റർ. അപ്പോൾ ഫിലിം എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഡയറക്ടർ, പ്രൊഡ്യൂസർ. ഓക്കെ, എന്നാലും കുറേ പേരൊക്കെ കറക്റ്റായിട്ട് ആൻസറിലോട്ട് വരുന്നുണ്ട്. അനശ്വര പറഞ്ഞു, അരുണിമ ഡയറക്ടർ പറഞ്ഞു, അശ്വതി പറഞ്ഞു, അൻകിത്ത്. വെരി ഗുഡ്, എല്ലാവരുടെയും ആൻസേഴ്സ് പോരട്ടെ. ഓക്കെ, ഇതൊന്നും ഞാൻ കറക്റ്റായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ആൻസേഴ്സ് കറക്റ്റാണ്. ഓൺലി ഫ്യൂ ആൾക്കാർ മാത്രമേ പ്രൊഡ്യൂസർ ഓ ആക്ടർ എന്നൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്? ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പർ ഫോം ചെയ്യണമെങ്കിൽ, ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ള ആൾ ആരാണ്? എഡിറ്ററാണ്. അല്ലാണ്ട് അവിടെ ഇരിക്കുന്ന മാനേജറോ അതിൻ്റെ വേണ്ടി പൈസ മുടക്കുന്നവരോ ഒന്നുമല്ല. ന്യൂസ് പേപ്പർ എന്നുള്ളത് പോപ്പുലർ ആവണമെങ്കിൽ അതിൽ എഡിറ്റർ അതിൽ എഴുതുന്ന കാര്യങ്ങളായിരിക്കണം. ഓക്കെ, അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് അവിടെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എഡിറ്ററാണ്. അങ്ങനെ വന്നാൽ ഫിലിമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരാണ് എന്നുള്ളതാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഫിലിം ചെയ്യുമ്പോൾ മെയിൻ ആൾ ആരാണ്? അതിൻ്റെ ആക്ടറാണോ? ആക്ടറിന് ഇപ്പം നമുക്കറിയാം മോഹൻലാലൊക്കെ നല്ല ആക്ടറാണ്. പക്ഷെ അതിനെ ആ ഒരു ആക്ടറിലൂടെ ഒരു സിനിമയുടെ ആവശ്യമായ രീതിയിലേക്ക് മോഹൻലാൽ വരണമെങ്കിൽ അല്ലെങ്കിൽ മമ്മൂട്ടി വരണമെങ്കിൽ എന്ത് വേണം? പുള്ളിക്കാരനെ ഒന്ന് കറക്റ്റായിട്ട് അതിലേക്ക് എത്തിക്കാൻ ഒരാളുടെ സഹായം വേണം. അത് വന്നാൽ മാത്രമേ ആക്ടർ പെർഫെക്റ്റ് ആവുള്ളൂ. പ്രൊഡ്യൂസറാണോ, പൈസ മുടക്കിയിരിക്കുന്ന ആളാണോ അതിൽ മെയിനായിട്ടുള്ള റോൾ ചെയ്യുന്നത്? അല്ല, ഡയറക്ടറിൻ്റെ കഴിവനുസരിച്ചിട്ടാണ് സിനിമ പോകുന്നത്, അല്ലേ? ഡയറക്ടറിൻ്റെ കഴിവാണ് ഒരു ഫിലിമിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ മെയിൻ ആളാരാണ്? ഡയറക്ടറാണ്. ഓഡിയൻസ് ആണോ? നമ്മുടെ കമൻറ്റ് ആണോ? സിനിമ കണ്ടിട്ട് കമൻറ്റ് കിട്ടുന്നതാണോ? അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഫിലിം എന്നുള്ളത് നമുക്ക് മുന്നിലോട്ട് വരണമെങ്കിൽ അതിലെ മെയിൻ ആളെന്നുള്ളത് ഡയറക്ടറാണ്. ക്ലിയർ ആയോ? ഓ, എനിക്ക് പല ഇമോജിയൊക്കെ വരുന്നുണ്ട്. എൻ്റെ ദൈവമേ, കരയുന്നുണ്ട്, കൈ കാണിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. എന്ത് പറ്റി? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, സോ ഡയറക്ടർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ അപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? ക്ലിയർ ആയല്ലോ? അടുത്തത് നോക്കിയോ. ഫുഡ് ഹംഗ്രി, വിശപ്പ് വരുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് ഏതൊരവസ്ഥയ്ക്ക് പരിഹാരമായിട്ടാണ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്? ആൻസർ പോരട്ടെ. എവിടെ എൻ്റെ ഉഷാറായ മക്കളെല്ലാവരും? നോക്ക്, വെറുതെ ഇമോജീസ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞാൽ മാത്രം ഇമോജീസ് വന്നാൽ മതി. ഞാനിപ്പോൾ തംസപ്പ് മാത്രം പറഞ്ഞു, മനസ്സിലായവർക്ക് മാത്രം തംസപ്പ് ഇടാൻ ഞാൻ പറയുമ്പോൾ ഇടുക. അല്ലാത്ത ഒരു ഇമോജീസും നമുക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ആൻസേഴ്സ് ആണ് എനിക്ക് വേണ്ടത്. ആൻസർ അയക്കുമ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ പേരിലുള്ള നമ്പറിൽ നിന്നാണ് അയക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേരും കൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ആൻസർ ഇട്ടാൽ ഞാൻ പേര് വിളിക്കുമ്പോൾ അത് കറക്റ്റ് ആവും. ഓക്കെ. അയ്യോ, ബാത്ത്. ജസ്ന പറയണു ബാത്ത് ആണെന്ന്. നോക്കട്ടെ. 4 തേഴ്സ്റ്റി പറയുന്നുണ്ട്. അനശ്വര വാഷ എന്ന് പറയുന്നുണ്ട്. പ്രാർത്ഥന പറയുന്നു തേഴ്സ്റ്റി, ബാത്ത് ജസ്ന, അനശ്വര 4. ഓക്കെ. SH സാദ്ര എന്നാണോ? ഷാദ്ര എന്നാണോ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ പറയണേ. ഷാദ്ര തേഴ്സ്റ്റി പറയുന്നുണ്ട്. വിശ്വജിത്ത് ഫ്ലഡാന്ന് പറയുന്നുണ്ട്. നോക്കാം. ഓക്കെ, അപ്പം ആൻസേഴ്സ് ഇത്രയൊന്നും വന്നാൽ പോരാ. ആൻസേഴ്സ് ഇനിയും പോരട്ടെ. എന്തിയെ ബാക്കിയുള്ളവരൊക്കെ? നിങ്ങളാകെ
23 പേരെ ഉള്ളോ ക്ലാസ്സിൽ? 23 പേരെ ഉള്ളോ? 53 അല്ലേ? 53 വ്യൂവേഴ്സേ ഉള്ളോ? പോരല്ലോ. 53 പേരുണ്ടെങ്കിൽ ഇത്രയും ഒന്നും പോരല്ലോ. നിങ്ങളുടെ ചാറ്റ് ആകെ കുറച്ച് പേരെ ചാറ്റ് അയക്കുന്നുള്ളൂ. എന്ത് പറ്റി? ബാക്കിയുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലാഞ്ഞിട്ടാണോ? എന്താണ് പ്രശ്നം? ഓക്കെ, ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കുക. ഫുഡ് എന്ന് പറയുന്നത് എന്താ? ഭക്ഷണം എപ്പോഴാണ് നമ്മൾ കഴിക്കുക? വിശപ്പ് വരുമ്പോൾ. ഓക്കെ, സോ വിശപ്പ് വരുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ, ഓക്കെ, എന്ത് തോന്നുമ്പോഴാണ് നമ്മൾ വാട്ടർ കുടിക്കുന്നത്? ദാഹിക്കുമ്പോൾ. അപ്പോൾ ദാഹം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? തേഴ്സ്റ്റി. നിങ്ങൾ കേട്ടിട്ടുള്ളത് തേഴ്സ്റ്റി ക്രോ. അത് തേഴ്സ്റ്റി എന്ന് പറയുന്നതാണ് ദാഹം എന്ന വാക്ക്. ഓക്കെ, അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യണം. അല്ലാണ്ട് ഫ്ലഡ് എന്ന് പറയുന്നത് എന്താ? വെള്ളപ്പൊക്കം വരുമ്പോഴാണോ നമ്മൾ വെള്ളം കുടിക്കുന്നത്? ആണോ? അല്ല. പിന്നെ കുളിക്കുമ്പോഴാണോ നമ്മൾ വെള്ളം കുടിക്കുന്നത്? അല്ല. പിന്നെ വാഷ് ചെയ്യുമ്പോഴാണോ, നമ്മൾ കഴുകുമ്പോഴാണോ നമ്മൾ വെള്ളം കുടിക്കുന്നത്? ഒരിക്കലും അല്ല. നമുക്ക് ദാഹിക്കുമ്പോഴാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. അപ്പം ആൻസർ എന്താണ്? തേഴ്സ്റ്റി എന്നുള്ളതാണ്. ഓക്കെ, വിശക്കുമ്പോൾ ഫുഡ് കഴിക്കുന്നു, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെയാവുമ്പോൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു. ദാഹം എന്നുള്ളതിൻ്റെ വേർഡാണ് തേഴ്സ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, വിശ്വജിത്ത് ഫ്ലഡ് പറയുന്നു, നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴാണോ വെള്ളം കുടിക്കുന്നത്? അല്ലല്ലോ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. ഓക്കെ, ഒന്ന് റിലേറ്റ് ചെയ്ത് പറഞ്ഞേ. എളുപ്പമുള്ളതാ, ഒന്ന് വായിക്കുക. ടീച്ചർ, അധ്യാപിക, സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. സെയിലർ എന്ന് പറയുന്നതിൻ്റെ മീനിങ് മലയാളത്തിൽ വേണമെങ്കിൽ അത് നാവികനാണ്. നാവികൻ എന്ന് പറയുന്നത് ആരാ? കപ്പലിൽ പണിയെടുക്കുന്ന ആളിനെയാണ് നമ്മൾ സെയിലർ എന്ന് പറയുന്നത്. അപ്പം സെയിലർ ആരുമായിട്ട് റിലേറ്റ് ചെയ്ത്? ഞാൻ ആൻസർ പറഞ്ഞു പോയില്ലേ. സെയിലർ എന്ന് പറയുന്നത് നാവികനാണ്. നാവികൻ. ഇനി ആ ആൻസർ പറയാലോ. നാവികൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ടീച്ചർ സ്കൂളാണെങ്കിൽ ടീച്ചർ എവിടെയാണ്? സ്കൂളിലാണ്. അങ്ങനെയാണെങ്കിൽ നാവികൻ എവിടെയായിരിക്കണം? വെരി ഗുഡ്. എന്നിട്ടും ഭാഗ്യം പറയുന്നു സെക്കൻഡാണ്. ഗ്യാരേജ് ആണെന്ന് പറയണു. അതെങ്ങനെയാ ശരിയാവുക? ഓക്കെ, നാവികൻ എന്ന് പറയുന്നത് ആരാ? കപ്പിത്താൻ. എവിടെയാ വരിക? ഷിപ്പിലല്ലേ. അല്ലാതെ ഗ്യാരേജ് വാഹനങ്ങൾ ഇടുന്ന സ്ഥലത്താണോ വരിക? അല്ല. ബാറ്റിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധക്കളത്തിലാണോ വരിക? അല്ല. കോടതിയിലാണോ വരിക? അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? നാവികൻ ഷിപ്പിലാണ് വരിക. ഓക്കെ, അല്ലാതെ വാഹനമിടുന്ന സ്ഥലമായ ഗാരേജിലോ യുദ്ധക്കളത്തിലോ കോടതിയിലോ അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇതാ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. വാരിയർ, ഞാൻ ഇതിൻ്റെ എല്ലാം മലയാളം പറയാം. വാരിയർ എന്ന് പറയുന്നത് യോദ്ധാവ്. സ്വാഡ് എന്ന് പറഞ്ഞാൽ വാള്. ഓക്കെ, ബട്ട്ലർ എന്ന് പറഞ്ഞാൽ പാചകക്കാരൻ. നൈഫ് എന്ന് പറഞ്ഞാൽ കത്തി. നമ്മൾ പാചകം അടിക്കുന്ന കത്തിയല്ല കേട്ടോ. ഞാൻ ഭയങ്കര കത്തിയാന്ന് പറയുന്ന പോലെ ആ കത്തിയല്ല, നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്തിയാണ്. ആക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോടാലി. ഹാമർ എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റിക. ചീസൽ എന്ന് പറഞ്ഞാൽ എന്താ? ഉളി. ഈ മരവും കല്ലൊക്കെ ചെത്തി മിനുക്കാൻ ഉപയോഗിക്കുന്ന ഉളി. ഓക്കെ, അതാണ് ചീസൽ. ഇതിൽ ഏതാണ് ആൻസർ? ഇപ്പം നിങ്ങൾക്ക് വേഗം കണക്ട് ചെയ്യാൻ പറ്റൂലോ. ദാ വരുന്നു നൈഫ്. അൻകിത കത്തി എന്നൊക്കെ പറയുന്നുണ്ട്. നൈഫ്, കത്തി, നക്ഷത്ര, നൈഫ് വന്നു. പ്രാർത്ഥന, മെഹറിൻ, അരുണിമ. കണ്ടോ, അത്രയേ ഉള്ളൂ. സിമ്പിളാ. നിങ്ങൾക്ക് ഇതിൻ്റെ ഇംഗ്ലീഷിൽ മാത്രമല്ലോ മലയാളത്തിലും ടേംസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. യോദ്ധാവ് വാളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പാചകക്കാരൻ കോടാലിയാണോ? ചുറ്റികയാണോ? ഉളിയാണോ? അല്ല. പാചകക്കാരൻ്റെ കയ്യിൽ എന്തുണ്ടാവും? കത്തി, നൈഫ് ഉണ്ടായിരിക്കും.
കണ്ടോ എന്തൊരു ഈസിയാണ്. അത് കത്തിയൊക്കെ ഇങ്ങോട്ട് ഇടുന്നുണ്ട്. മിസ്സിനെ കുത്താനാണോ? ബോറടിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറേ കത്തികൾ ഇടുന്നുണ്ട്. ഫൈൻ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്തുണ്ട്? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ എവിടെ നിന്ന് എടുത്തതെന്നറിയുമോ? പ്രീവിയസ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെയാണേ. അപ്പോൾ ആരും വിചാരിക്കണ്ട ഇതൊക്കെ ഉള്ളതാണോ അതോ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസായേ ഉള്ളോ എന്നൊന്നും വിചാരിക്കണ്ട. എല്ലാം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോരുന്നത്. ഓക്കെ, ഇനി പേജ് ബുക്ക്. പേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ, ബുക്കിലെ പേജുകൾ, താളുകൾ. ഓക്കെ, അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബുക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? പേജസ് ജോയിൻ ചെയ്താണ് ബുക്ക് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സോൾജിയേഴ്സ് ആയിട്ട് സോൾജിയേഴ്സിൻ്റെ ഗ്രൂപ്പിനെ, അതായത് പേജസ് യൂസ് ചെയ്ത് നമ്മൾ ബുക്ക് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ സോൾജിയറിനെ യൂസ് ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ വേർഡിൻ്റെ മീനിങ് പറഞ്ഞാൽ നിങ്ങൾ ഈസി ആയിട്ട് ആൻസർ പറയുമല്ലോ. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാ? കത്തുകളാണോ? ലെറ്റർ എന്ന് വെച്ചാൽ എന്താ? കത്തുകളാണോ? റെജിമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ട് എന്നാ? ആർമിയാണ്, ആർമി. ഓക്കെ, റിഫിൽ എന്ന് വെച്ചിട്ടുണ്ട് എന്താ? റൈഫിൽ. ഓക്കെ, റൈഫിൽ എന്ന് വെച്ചിട്ടുണ്ട് എന്താ? തോക്ക്. ക്യാപ്റ്റൻ എന്ന് വെച്ചിട്ടുണ്ട് എന്താ? ഒരു സോൾജിയറിൻ്റെ ക്യാപ്റ്റൻ, അതിൻ്റെ പടനായകൻ. ഓക്കെ, ഇതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത്? റൈഫിൽ എന്താണ്? തോക്കാട്ടോ. റൈഫിലാണോ? ബുക്ക് ഉണ്ടാക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? പേജുകൾ ഇങ്ങനെ അടുക്കിയാണ് ബുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സോൾജിയേഴ്സിനെ വെച്ചിട്ട്, ഒരു സോൾജിയർ അല്ല, സോൾജിയേഴ്സിൻ്റെ ഗ്രൂപ്പിനെ എന്താണ് പറയണത്? ആർമി എന്നാ പറയണത്. അല്ലാണ്ട് കത്തുകളാണോ? അല്ല. തോക്കാണോ? അല്ല. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു സോൾജിയറിനെ ആവശ്യമുള്ളൂ. ഓക്കെ, ഒരു ആർമിയുടെ തലവനാണ് ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് എന്താണ് ഇവിടെ വരുന്നത്? ഇത് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് പേജ് കൂടി ബുക്ക് ഉണ്ടാവുന്നെങ്കിൽ സോൾജിയേഴ്സ് കൂടി എന്തുണ്ടാവുന്നു? റെജിമെന്റ്. ആർമിയാണ് ഇവിടെ നിങ്ങൾക്ക് റെജിമെന്റിന് പകരം തന്നിരിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ എഴുതേണ്ടത് ആർമിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതുപോലെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കേ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇൻഡിവിജ്വൽ അതായത് ഓരോ വ്യക്തി ചേർന്ന് എന്തുണ്ടാവുന്നു? ഫാമിലി ഉണ്ടാവുന്നു, കുടുംബം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുടുംബം ചേർന്ന് നമുക്ക് സ്റ്റേറ്റ് ആണോ, ഹൗസ് ആണോ, സൊസൈറ്റി ആണോ, നേഷൻ ആണോ ആവാൻ ചാൻസ് ഉള്ളത്? സ്റ്റേറ്റ് ഉണ്ടാവുകയാണോ, ഹൗസ് ഉണ്ടാവുകയാണോ, സൊസൈറ്റി ആണോ, നേഷൻ ആണോ? അരുണിമയുടെ ആൻസർ വന്നു, ദേവിക വന്നു. ഓക്കെ, ശ്രീഹരി ഇപ്പോഴും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ തന്നെയാണ്. പ്രാർത്ഥനയുടെ ആൻസർ വന്നു. ഓ, മിടുക്കം പിള്ളേരാട്ടോ എല്ലാവരും. ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ടാണ് എനിക്ക് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സൊസൈറ്റി സിയ, അശ്വതി, പിന്നെ ശിവന്യ ആയിരിക്കാം അല്ലേ? പിന്നെ അനശ്വര, മെഹറിൻ, ഹൗസ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ടല്ലോ. സോൾ FFX ആണോ? ഹൗസ് ആണോ? ഹൗസ് എന്ന് പറയുന്നത് ഫാമിലി, കുടുംബം താമസിക്കുന്ന സ്ഥലമാണ്. താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഇവിടെ റിലേറ്റ് ചെയ്യുന്നത്. ഒരു വ്യക്തികൾ കൂടി കുടുംബം ഉണ്ടാകുന്നു. അപ്പം കുടുംബം കൂടി സ്റ്റേറ്റ് ഉണ്ടാവാം, ചാൻസ് ഉണ്ട്. സൊസൈറ്റി ഉണ്ടാവാം, ചാൻസ് ഉണ്ട്. നേഷൻ ഉണ്ടാവാം, ചാൻസ് ഉണ്ട്. പക്ഷേ വ്യക്തി ചെറിയതിൽ നിന്ന് വലുതിലോട്ടാണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. വ്യക്തികളിൽ നിന്ന് കുടുംബത്തിലോട്ട് പോയാൽ കുടുംബത്തിൽ നിന്ന് അടുത്ത വലിയ കാര്യം എന്താണ്? സൊസൈറ്റിയാണ്. സൊസൈറ്റി കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റ് ഉണ്ടാവുന്നത്. സ്റ്റേറ്റ് കഴിഞ്ഞിട്ടാണ് നേഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത് തേർഡ് വൺ ആണ്. കണ്ടോ, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. വെരി ഗുഡ് ആയിട്ട്. ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ റിലേറ്റ് ചെയ്യാനേ ഉള്ളൂ നിങ്ങൾക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ പോകുന്നു.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. 7th ക്വസ്റ്റ്യൻ, മനുഷ്യൻ എന്നുള്ളതിൽ തന്നിരിക്കുന്നത് ബയോഗ്രഫി, മനുഷ്യനെ പറ്റിയുള്ള കഥ. അത്രയും സിമ്പിളായിട്ട് പറയാലോ. മനുഷ്യനെ പറ്റിയുള്ള കഥയ്ക്കാണ് നമ്മൾ ബയോഗ്രഫി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാഷനെ പറ്റിയുള്ള കഥയ്ക്ക് എന്ത് പറയാം? ഓക്കെ, മനുഷ്യനെ പറ്റി എഴുതുന്നതാണ് ഓട്ടോബയോഗ്രഫി, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നേഷനെ പറ്റി എഴുതുന്നതിനെ അല്ലെങ്കിൽ നേഷന്റെ കഥയെ നമ്മൾ എന്താ പറയണത്? ഹിസ്റ്ററി, ചരിത്രം എന്നാണോ പറയുന്നത്? അതോ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ? പോപ്പുലേഷൻ സ്റ്റഡി. പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ജനസംഖ്യാശാസ്ത്രം ആണോ? പ്യൂപ്പിൾ, മനുഷ്യരാണോ? ജിയോഗ്രഫി, അതായത് ഭൂമിശാസ്ത്രമാണോ? പോരട്ടെ ആൻസർ. മനുഷ്യനെ കുറിച്ചുള്ള കഥയാണ് ബയോഗ്രഫി എങ്കിൽ നാഷനെ കുറിച്ചുള്ള കഥയാണ് ഡാഷ്. ഇതല്ലേ ശറവറ ആൻസർ വരുന്നു. അനശ്വര, അരുണിമ, ഓ മൈ ഗോഡ്, എല്ലാവരും വരുന്നുണ്ട്. വെരി പവർഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണല്ലോ. ഇതിൻ്റെ അകത്ത് ഒറ്റ ആൻസറും എനിക്ക് റോങ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും കറക്റ്റ് ആൻസറാണ് വരുന്നത്. ഓക്കെ, ശിവസൂര്യ, ആരുടെയും പേര് ഞാൻ വിട്ടുപോയിരുന്നു. അനശ്വര, വിശ്വജിത്ത്, അരുണിമ, മെഹറിൻ, ഭാഗ്യ ഡെമോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ജസ്ന ഹിസ്റ്ററി, ശിവസൂര്യ ഹിസ്റ്ററി. ഓക്കെ, അങ്ങനെ മെഹറിൻ ഹിസ്റ്ററി. വെരി ഗുഡ്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, മാനിനെ കുറിച്ചുള്ള കഥയാണ് ബയോഗ്രഫി എന്ന് പറഞ്ഞു. അപ്പം നാഷനെ പറ്റിയുള്ള കഥ എന്താണ്? ഹിസ്റ്ററിയാണ്. ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് എന്താ? ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹിസ്റ്ററിയിലുള്ള കാര്യങ്ങൾ, അതായത് നാഷനിലുള്ള സാധനങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഡെമോഗ്രഫി ജനസംഖ്യയാണോ? അല്ല. നാഷനെ കുറിച്ച് ജനസംഖ്യ വരുന്നുണ്ടോ? ഇല്ല. നാഷനെ കുറിച്ചുള്ള കഥ പറയുന്നത് എവിടെയാണ്? ഹിസ്റ്ററി, ചരിത്രത്തിലാണ്. ഓക്കെ, അതുകൊണ്ട് ആൻസർ നമുക്ക് ഈസിലി പറയാം. ദാറ്റ് ഈസ് ഹിസ്റ്ററി, ഫസ്റ്റ് വൺ. ഓക്കെ, അടുത്തത് എളുപ്പമാണ്. മൗണ്ടെയിൻ, വാലി, കുന്ന്, താഴ്വര. മൗണ്ടെയിൻ എന്ന് വെച്ചാൽ എന്താ? കുന്നാണ്. വാലി എന്ന് വെച്ചാൽ എന്താ? താഴ്വരയാണ്. അപ്പം അവർക്ക് തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ടാവും. കുന്ന്, താഴ്വര, ഓപ്പോസിറ്റ് പോലെ തോന്നുന്നില്ലേ? ഓക്കെ, ജീനിയസ്. ജീനിയസ് എന്ന് പറഞ്ഞാൽ ആരാ? മാമിനെ പോലെയുള്ളവര്, അതോ നിങ്ങളെ പോലെയുള്ളവരോ? ഓക്കെ, ജീനിയസ് എന്നുള്ളത് ആരാണ്? ജീനിയസിന്റെ ഓപ്പോസിറ്റ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ബുദ്ധിയുള്ളവർക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബുദ്ധിയാണോ? ചിന്തയാണോ? ഇന്റലിജൻസ് എന്ന് വെച്ചാൽ എന്താ? ഇന്റലിജൻസ് ആണോ? ഇഡിയറ്റ് ആണോ? ഇതിൻ്റെയൊക്കെ ആൻസർ വേഗം നിങ്ങൾക്ക് കിട്ടും. കാരണം എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് വേ ആൻസർ പറയാൻ പറ്റും. മൗണ്ടെയിൻ്റെ ഓപ്പോസിറ്റ് ആണ് വാലി, കുന്നിൻ്റെ ഓപ്പോസിറ്റ് ആണ് താഴ്വരയെങ്കിൽ ജീനിയസിന്റെ ഓപ്പോസിറ്റ് ആര് വരും? ഇന്റലിജന്റ് ആണോ? ബുദ്ധിശാലിയാണോ? ഇഡിയറ്റ് ആണ്. ജീനിയസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇഡിയറ്റ് ആണ്. അത് കണക്ട് ചെയ്താൽ മതി. മൗണ്ടെയിൻ, താഴ്വര. മൗണ്ടെയിൻ എന്ന് വെച്ചാൽ കുന്ന്, അതിന്റെ ഓപ്പോസിറ്റ് വാലിയാണ്. അങ്ങനെയാണെങ്കിൽ ബുദ്ധിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഇഡിയറ്റ് ആണ്. ഓക്കെ, കണ്ടോ? എല്ലാവരും ചറപറ ആൻസർ വരുന്നു. ഇത് നിങ്ങൾക്ക് വേഗം റിലേറ്റ് ചെയ്യാൻ പറ്റൂല്ലേ? വെരി ഗുഡ്. ചന്ദ്ര, നക്ഷത്ര, ശിവസൂര്യ, എല്ലാവരും നല്ല പവർഫുള്ളായിട്ട് ആൻസേഴ്സ് വരുന്നുണ്ട്. ഇഡിയറ്റ് എന്ന് എന്നെയാണോ വിളിക്കുന്നേ? എനിവേ, അതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഇതത്ര പെട്ടെന്നൊന്നും കിട്ടിയില്ല. ഒന്ന് ശ്രദ്ധിച്ച്. സൺഡേ, ഫ്രൈഡേ, ഫെബ്രുവരി ഡാഷ്. ഞായർ, വെള്ളി, ഫെബ്രുവരി ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? നവംബർ, ഡിസംബർ, ജനുവരി, മാർച്ച്.
നോക്കട്ടെ എത്ര പേര് നല്ല ഇൻ്റലിജൻ്റ് ആണെന്ന്. എല്ലാവരും ഇൻ്റലിജൻ്റാണ്, പക്ഷെ ചിന്തിക്കണം. സൺഡേയും ഫ്രൈഡേയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അതുപോലെ ഫെബ്രുവരിയും ഏതെങ്കിലും വേറൊരു മാസവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. പോരട്ടെ ആൻസർ? ഗേയ് അല്ല മിസ് എന്നൊക്കെ ജമീല പറയുന്നുണ്ട്. ഓക്കെ, സോറി ടീച്ചർ, ആൻസർ മാറിപ്പോയി എന്നൊക്കെ പറയാനുണ്ട്. സാരമില്ല, ഇത് നമ്മുടെ ഫൈനൽ എക്സാം ഒന്നുമല്ലോ, നമ്മുടെ തെറ്റിൽ നിന്നല്ലേ ശരിയിലോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് അതായത് ആരുടെയും നോക്കി കോപ്പി അടിച്ച ആൻസർ പറയാത്തതിലും എത്രയോ ബെസ്റ്റാണ് എന്ത് നിങ്ങൾ സ്വന്തം ആൻസർ പറഞ്ഞു മിസ്റ്റേക്ക് വന്ന് അത് കറക്റ്റ് ചെയ്യുന്നത്. പിന്നെ അതൊരിക്കലും നിങ്ങൾ മറക്കില്ല. അപ്പോൾ തെറ്റ് പറ്റിയെന്നോർത്ത് അതൊരു വലിയൊരു ഇഷ്യൂവേ അല്ല. തെറ്റിൽ നിന്ന് എല്ലാവരും പെർഫെക്റ്റ് ആണോ? മിസ് വരെ മിസ്റ്റേക്ക് വരുത്തും. അതുകൊണ്ട് തെറ്റ് പറ്റിയെന്നോർത്ത് ആരും വേണ്ട, നമുക്ക് അതിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. തെറ്റ് പറ്റിയെന്നോർത്ത് സങ്കടപ്പെടണോ? ഒരിക്കലും വേണ്ട. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. അപ്പം സൺഡേ ഫ്രൈഡേ ആൻസർ 2 എന്ന് വരുന്നുണ്ട്. 9th 1 2 എന്ന ആൻസർ വരുന്നുണ്ട്. കുറേ പേര് 2 അയക്കുന്നുണ്ട്. അതിൽ ഞാൻ അനശ്വരനോട് ചോദിക്കട്ടെ, എന്തുകൊണ്ട് അനശ്വര 2 എന്ന് ചൂസ് ചെയ്യാൻ കാരണം? ദേവിക ഡിസംബർ 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 ഓ എൻ്റെ മിസ്സേ ഒന്ന് നിർത്തി പോകുന്നുള്ള രീതിയിലാണ് ഡിസംബർ 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 എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇതൊക്കെ സിമ്പിളാ. മിസ് എന്തായി കാണിക്കുന്നതെന്നാണോ? ആ ശ്രീഹരി ജനുവരി ഒക്കെ പറയുന്നുണ്ട്. എന്താ ശ്രീഹരി ജനുവരി എന്ന് പറയാൻ കാരണം? നിങ്ങൾ പറയുന്നതിനൊരു റീസൺ വേണം. നോക്കാം. സൺഡേ ഫ്രൈഡേ നോക്കാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. സൺഡേയിൽ നിന്ന് ഫ്രൈഡേയിലേക്ക് പോകണമെങ്കിൽ എത്ര പ്രാവശ്യം മൂവ് ചെയ്യണം? 1 2 3 4 5th പൊസിഷനിലാണ് ഫ്രൈഡേ. ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ആൻഡ് ജൂലൈ. നോക്കാം, ഇവിടെ ജൂലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? നോ. അതുകൊണ്ട് ഈ ഒരു വേയിൽ ചിന്തിച്ചാൽ നമുക്ക് ആൻസർ റോങ് ആയി. ഇനി നമുക്ക് ചിന്തിക്കാം, ഫ്രൈഡേ കഴിഞ്ഞ് സൺഡേ വന്നാലോ? ഫ്രൈഡേ, സാറ്റർഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരിക്ക് മുൻപേ വരുന്ന 2 മാസങ്ങൾ ഏതാ? ജനുവരി കഴിഞ്ഞിട്ടാണ് ഫെബ്രുവരി. അതുപോലെ ഡിസംബർ കഴിഞ്ഞാലേ നമുക്ക് എന്ത് വരുള്ളൂ? ജനുവരി വരുള്ളൂ. ആ ഡിസംബർ ഉണ്ടോ നോക്കുക. യെസ്, ഡിസംബർ ഇവിടെയുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന രീതിയാണ്. നേരെ പോയാൽ പറ്റുമോ എപ്പോഴും? ഇല്ല, പുറകോട്ടും ചിന്തിക്കണം. സൺഡേയിൽ നിന്ന് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്ന് ചിന്തിച്ചപ്പോൾ ഫെബ്രുവരിക്ക് മുമ്പുള്ള 2 മാസങ്ങൾ ഏതാ? ജനുവരി, ഡിസംബർ. അപ്പം ഡിസംബർ എന്നുള്ളത് ആൻസർ ആയിട്ട് കിട്ടി. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് ചിന്തിച്ചാൽ നമുക്ക് അനാലജിയിൽ ആൻസർ കിട്ടില്ല. നമ്മൾ തിരിച്ചും ചിന്തിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓ മൈ ഗോഡ്, ഇത് മാത്സ് ആണല്ലോ. അപ്പം ഇത് ഏത് അനാലജിയാണ്? നമ്പർ അനാലജി. നമ്പർ അനാലജി നോക്കാം എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് നോക്കട്ടെ. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. കാരണം അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതലും നമ്പർ അനാലജിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എത്ര പേർക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കട്ടെ. 16, 64, 25 ഡാഷ്. ആൻസർ പോരട്ടെ. ആൻസർ പോരട്ടെ. മാത്സ് വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഓടിയോ? എവിടെ പോയി എൻ്റെ മക്കള്? ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയോ? ആൻസർ പോരട്ടെ. എവിടെ ആൻസർ? 75 പറയുന്നുണ്ട്. നോക്കാം. ആരാ? ശാന്തി സുരേഷ്. 75. ഒരൊറ്റ ആളെ ആൻസർ ചെയ്തുള്ളോ? അതാണോ എന്നുള്ളത് നോക്കണം. 75 ഒരാൾ പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും അത് ഫോളോ ചെയ്തു പോകുന്നതാണോ? ശിവസൂര്യ, എന്തുകൊണ്ടാണ് ശിവസൂര്യ 75 എന്ന് ആൻസർ വന്നേ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? എന്തുകൊണ്ടാണ് 75 ആൻസർ വന്നേ? ശിവസൂര്യ
ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? എവിടുന്ന 75 എന്നുള്ള ആൻസർ വന്നത്? ഒരു റീസൺ ഉണ്ടാവണമല്ലോ, പറയാൻ പറ്റുമോ? 75 ചൂസ് ചെയ്തവർക്കാർക്ക് 50 എന്ന് പറയണമെന്നുണ്ട്. ഷിബു ഗോപിനാഥ്, സിയ 75, അശ്വതി 75. ഓക്കെ, നമ്മുടെ ആ കുട്ടിയുടെ പേര് ഞാൻ വിട്ടുപോയിട്ടോ. 125 ഷോർട്സ് എന്ന് വരുന്നത് ആരാണ്? അവരൊന്ന് പേരിടണേ. ശിവസൂര്യ 75. ഒരാളെ എനിക്ക് കറക്റ്റായിട്ടൊരു ആൻസർ കണ്ടുള്ളൂ. ഓക്കെ, നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പഠിച്ച കാര്യം ഒന്നുകൂടെ പറഞ്ഞിട്ട് വിടണം. അപ്പം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ശ്രുതി എസ് കറക്റ്റായിട്ട് വന്നു. വിശ്വജിത്ത് ആണ് ഇപ്പോൾ ആൻസറിലോട്ട് വന്നത്. ശിവസൂര്യ 200 പറയുന്നു. ഓ മൈ ഗോഡ്, 125 പറയുന്നു. ഓക്കെ, നോക്കാം. ഞാൻ പറഞ്ഞു ആദ്യമേ നിങ്ങൾ ഇങ്ങനത്തെ നമ്പേഴ്സൊക്കെ കാണുമ്പോഴേ സ്ക്വയേഴ്സ് ആണോ ക്യൂബ്സ് ആണോ കണക്ട് ചെയ്യാൻ പറ്റുക നോക്കുക. ഇവിടെ 16 എന്ന് പറയുന്നത് 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ടൈംസ് 4 16 ആണ്. ഈ 64 എങ്ങനെയാണ് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുക? 4ന്റെ ക്യൂബ് എത്രയാ? അത് 64 ആണ്. അങ്ങനെയെങ്കിൽ 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പോൾ നമുക്ക് മിസ്സിംഗ് ആയത് എന്തായിരിക്കും? 5ന്റെ ക്യൂബ് ആയിരിക്കും. 5 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 125 ആണ്. ആൻസർ സി. മനസ്സിലായോ? നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് മനസ്സിലായോ? ഇവിടെ കണക്ട് ചെയ്ത് നോക്കണം. ഓക്കെ, 4ന്റെ സ്ക്വയർ ആണ് 16 എങ്കിൽ 4ന്റെ ക്യൂബാണ് 64. ഇവിടെ 5ന്റെ സ്ക്വയർ ആണ് 25 എങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? 5ന്റെ ക്യൂബ്, അത് 125. ഓക്കെ, എക്സലന്റ്. എനിക്ക് ആൻസേഴ്സ് വരുന്നുണ്ട് കേട്ടോ, അവരുടെ എക്സ്പ്ലനേഷൻ വരെ വരുന്നുണ്ട്. അപ്പം ഈ രീതിയിലാണ് മാത്സിൻ്റെ, അതായത് നമ്പർ അനാലജിയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ നമ്പർ അനാലജിയിലോട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഒരു ഹാർട്ട് അയക്കാവോ? പിശുക്ക് കാണിക്കരുത്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉള്ളവരെല്ലാവരും ഒരു ഹാർട്ടിൻ്റെ ഇമോജി എനിക്ക് അയക്കുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്നുള്ളവർ ഒരു ഹാർട്ടിൻ്റെ ഇമോജി എനിക്ക് അയച്ചു തരിക. എങ്കിൽ ഞാൻ നിങ്ങളെ പയ്യെ ഉറങ്ങാനൊക്കെ വിട്ടേക്കാം. അടുത്ത ക്ലാസ് വരെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നോളാം. ഇനി ഞാൻ PDF ഫയലും നോട്ട്സും പിന്നെ വർക്കൗട്ട് ചെയ്യേണ്ട വർക്ക്ഷീറ്റൊക്കെ അയക്കും. അതൊക്കെ ചെയ്ത് മിടുക്കം പിള്ളേരായിട്ട് ഇതേപോലെ ആക്റ്റീവായിട്ട് വരണം. അയ്യോ, ഫിഫ വന്നു, ഹാർട്ട് ഐക്കൺസ് വരുന്നുണ്ട്. ആകെ 4 പേർക്കേ മനസ്സിലായല്ലോ. 4 പേർക്ക് 1 2 3 4. ഓക്കെ, ഹാർട്ട് വരുന്നത് പിശുക്കാണല്ലോ. മനസ്സിലായവർ മാത്രം ഹാർട്ട് ഇടുക. ഈ ക്ലാസ്സിലുള്ളവർക്ക് മനസ്സിലായവരെല്ലാം ഹാർട്ട് ഇടുക, മനസ്സിലാക്കുക. എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹാർട്ട് ഇടുക. നോക്കട്ടെ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പം എല്ലാവർക്കും എന്നെ ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഇട്ടോ കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ ക്ലാസ് കൊണ്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ. നിങ്ങൾക്ക് ചാറ്റിലൂടെ പറയാം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാറ്റിൽ കൂടി മാത്രമാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നോട് പറയാം. ഓക്കെ, ആരെങ്കിലും കാണും അങ്ങനത്തെ വിഷയമൊന്നുമില്ല. എല്ലാം പോസിറ്റീവായിട്ടേ എടുക്കുള്ളൂ. കാരണം നിങ്ങളുടെ ബെനിഫിറ്റിനാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. എപ്പോഴും നിങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം എനിക്ക് ഒരുപാട് പേര് ഹാർട്ട് അയച്ചു. അപ്പം താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ടേക്ക് കെയർ, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പം നാളെ തൊട്ട് സ്കൂളുണ്ട്. നല്ല മിടുക്കം പിള്ളേരായിട്ട് പോവുക. അവിടുത്തെ കാര്യങ്ങളും സ്കൂളിലെ എല്ലാം പഠിച്ചു വെക്കുക. ഇവിടെ നമുക്ക് മെൻ്റൽ എബിലിറ്റിയുടെ ക്ലാസ് നമുക്ക് ഈ ക്ലാസ്സുകളിൽ തന്നെ ഇരുന്ന് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരുപാട് സമയമൊന്നും കളയണ്ട. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ നോട്ട് അയക്കുമ്പോൾ അതൊന്നും കൂടെ റിവൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. വലിയൊരു കാര്യമൊന്നുമല്ല, സിമ്പിളാണ്. അത് ചിന്തിക്കേണ്ട രീതികളൊന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഈ രീതികളിലെല്ലാം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ ആ രീതികളിലൊക്കെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട്
ചിന്തിച്ചു തുടങ്ങിക്കോളും. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ ഓഫ് യു. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ടേക്ക് കെയർ, ബൈ ബൈ, സി യു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിനി മീറ്റ് ചെയ്യുന്നോടം വരെ താങ്ക് യു. ഞാൻ പോവാം കേട്ടോ. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ എവരി വൺ.